ആക്രമണം നടന്നതിന് 3 കിലോമീറ്റർ അകലെ നിന്നാണ് കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ഭീകരർക്ക് അഭയമൊരുക്കിയ കശ്മീരി സഹോദരന്മാരായ പർവേസ്, ബഷീർ എന്നിവരെ NIA സംഘം കഴിഞ്ഞ 21-ന് കസ്റ്റഡിയിലെടുത്തത്. ഏപ്രിൽ 22-ന് ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 4-അംഗ സംഘം പഹൽഗാമിൽ എത്തിയതായും കസ്റ്റഡിയിലെടുത്ത സഹോദരങ്ങൾ ഇവർക്ക് താമസ സൗകര്യവും ഭക്ഷണ ക്രമീകരണങ്ങളും ഒരുക്കി നൽകിയതായും ആണ് NIAയുടെ കണ്ടെത്തൽ. ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ 27-നാണ് NIA കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത്. അക്രമി സംഘത്തിന് പ്രാദേശിക സഹായം നൽകിയവരെ കണ്ടെത്തുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസി 2500 പേരുടെ പട്ടിക തയ്യാറാക്കി. തുടർന്ന് മുമ്പ് ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടായിരുന്നവർ, ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ, ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ എന്നിങ്ങനെ തരംതിരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഭീകരവാദികൾക്ക് സഹായം ചെയ്തു നൽകിയ അനന്ത്നഗർ സ്വദേശികളായ സഹോദരങ്ങൾ പിടിയിലായത്. ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തയ്യിബ എന്നാണ് ചോദ്യം ചെയ്യലിൽ ഇവരുടെ കുറ്റസമ്മതം. അതേസമയം ഭീകരവാദികളെ യുവാക്കളുമായി ബന്ധപ്പെടുത്തിയവരെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ശേഷം അക്രമി സംഘം രാജ്യം വിട്ടിട്ടുണ്ടായിരിക്കാമെന്ന നിഗമനത്തിലാണ് മറ്റ് അന്വേഷണ ഏജൻസികൾ. ഭീകരാക്രമണം നടത്തിയവർ പ്രത്യേക പരിശീലനം നേടിയ ട്രെയിൻഡ് കേഡേഴ്സ് എന്നാണ് NIAയുടെ നിഗമനം. ഇവരെ പിടികൂടാൻ കാലതാമസം നേരിടുന്നത് ഇക്കാരണം കൊണ്ടാണെന്നും NIA വൃത്തങ്ങൾ സൂചന നൽകുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യനാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ഡാൻ, NIAയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ പുരോഗമിക്കുന്നു, മറ്റ് വിശദാംശങ്ങൾ കൂടി. ആര്യ, ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ ദൂരമാണ് ഈ ഭീകരാക്രമണം നടന്ന പഹൽഗാമിലെ ഈ ഗ്രൗണ്ടിലേക്ക് ഉള്ള ദൂരം. അതുപോലെ തന്നെ ശ്രീനഗറിൽ നിന്ന് 95 കിലോമീറ്ററാണ് ഇവിടേക്ക് എത്താൻ വേണ്ടി വരിക. അങ്ങനെ ഇത്രയധികം ദൂരം സഞ്ചരിച്ച് ഇവിടേക്ക് എത്തി ഈ ഭീകരാക്രമണം നടത്തിയതിനു ശേഷം 4 ഭീകരർക്ക് അനായാസേനെ ഇന്ത്യയുടെ അതിർത്തി കടന്ന് പോകാൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലാണ് NIA ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഈ 4 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം അതിർത്തി മേഖലകളിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ പ്രാദേശികമായ സഹായം ലഭ്യമാകാതെ ഇങ്ങനെയൊരു ഭീകരാക്രമണം പഹൽഗാമിൽ നടത്താൻ കഴിയില്ല എന്ന ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര ഏജൻസികളും ഉറപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. 22-ാം തീയതിയാണ് ഭീകരാക്രമണം ഉണ്ടായത്. 27-ാം തീയതിയാണ് NIA കേസ് രജിസ്റ്റർ ചെയ്ത് അവിടെ അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യമുണ്ടായത്. തുടർന്ന് ഈ പ്രാദേശിക സഹായം നൽകിയത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് വിപുലമായ രീതിയിൽ ഏതാണ്ട് 1.5 മാസം എടുത്ത് നടന്നത്. ആ പരിശോധനയിലാണ് ഏതാണ്ട് 2500 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആ 2500 പേരെ വിവിധ കാറ്റഗറികളായി തിരിച്ച് മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടെയും അതോടൊപ്പം കുറ്റകൃത്യങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെയും ഭീകരവാദ സംഘടനകളുമായി നേരത്തെ ബന്ധം പുലർത്തിയിരുന്നവർ, ഇങ്ങനെ വിവിധ കാറ്റഗറിയായി തിരിച്ചുകൊണ്ടാണ് NIA ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. അങ്ങനെ ഈ വിപുലമായ ലിസ്റ്റ് സ്ക്രൂട്ടനൈസ് ചെയ്ത് ഒടുവിൽ ഏറ്റവും സംശയം ബലപ്പെട്ട 2 പേരിലേക്ക് ആ അന്വേഷണം എത്തി നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അനന്ത്നഗർ സ്വദേശികളായ ബഷീർ അതോടൊപ്പം തന്നെ പർവേസ് എന്നീ 2 സഹോദരങ്ങളെ NIA കഴിഞ്ഞ 21-ാം തീയതി കസ്റ്റഡിയിലെടുത്തത്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ലഷ്കർ-ഇ-തയ്യിബയ്ക്ക് തന്നെയാണ് ഈ ഭീകരാക്രമണവുമായുള്ള ബന്ധമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഉറപ്പിച്ചത്. ആദ്യം 5 ദിവസത്തേക്കായിരുന്നു കോടതി ഇവരെ NIAയുടെ കസ്റ്റഡിയിൽ വിട്ടത്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന NIAയുടെ അപേക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് വീണ്ടും 7 ദിവസം കൂടി കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിക്ക് പിന്നിൽ പ്രാദേശികമായി മറ്റ് സഹായം ചെയ്തു നൽകിയത് ആരാണ് എന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് NIA. അതോടൊപ്പം തന്നെ ഇവരെ ഈ യുവാക്കൾക്ക് ബന്ധപ്പെടുത്തി കൊടുത്തത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഇതിനോടകം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഇതിനുശേഷം ഇവർ എവിടേക്കായിരിക്കാം രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും ഈ യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടക്കുന്നത്. പ്രാദേശിക സഹായം ചെയ്തു നൽകിയിട്ടുള്ള ഈ യുവാക്കൾക്ക് അതിന് പ്രതിഫലമായി സാമ്പത്തികമായാണോ മറ്റേതെങ്കിലും തരത്തിലാണോ പാരിതോഷികം നൽകിയിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും NIA തുടരുകയാണ്. എന്തായാലും രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണ കേസിലെ കുറ്റാരോപിതരായ 4 ഭീകരവാദികൾ അവർ ഇപ്പോഴും ഒളിമറയത്ത് തുടരുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് NIA സംഘം വിവിധ കേന്ദ്രങ്ങൾ പ്രദേശങ്ങളായി തിരിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്.
യെസ്, ഡാൻ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇപ്പോഴും ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ കൊടും ഭീകരർ രാജ്യത്ത് തന്നെ ഒളിവിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് NIA-ക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്.